അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന് ഉള്ളിലായിരുന്നു, കാറിൽ അദ്ദേഹമോ ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വണ്ടി എടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്. MLA വണ്ടി മാറ്റി കൊടുത്തു. കാർ എടുത്തു മാറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു അക്രമം നടന്നിരിക്കുന്നത്. ഇത് ഞാൻ ആക്രി വിലയ്ക്ക് വാങ്ങിയ കാറുകളാ, ഫൈറ്റിനടിച്ച് പൊളിക്കാൻ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് മറ്റെന്തോ ഒരു തർക്കം എന്നുള്ളതാണ് MLA പറയുന്നത്. നമ്മൾ ഒന്നിച്ച് കളിച്ച കളിയില് ഇപ്പൊ ചോര വീണ് നിന്റെ വീട്ടിലാണെങ്കിലും നഷ്ടം നമ്മുടെ രണ്ടുപേരുടെ. എന്റെ വണ്ടിക്ക് കടന്നു പോകാനുള്ള ഒരു തടസ്സം അവിടെ ഉണ്ടായില്ല. കാര്യം എന്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ്. ഇത് മറ്റൊരു വണ്ടി കാണടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ അറിഞ്ഞത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അപ്പോൾ ഈ കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഇവർ പാർക്ക് ചെയ്യുന്ന കാറിന് തൊട്ട് പുറകിലുണ്ടായിരുന്ന വണ്ടി താങ്കളുടെ വണ്ടിയായിരുന്നു, MLA ബോർഡ് വെച്ച വണ്ടിയായിരുന്നു. ആ കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വന്ന ആളുകൾ ഇവരെ ആക്രമിച്ചെന്നാണ് പറയുന്നത്. അല്ല, ഈ ഫൈറ്റില് നമ്മളും പങ്കെടുക്കുമല്ലോ അല്ലേ? എന്നാലും രസമുള്ളൂ. ബാക്കിലെ ചില്ല് മുഴുവൻ പൊട്ടിച്ച നിലയിലാണ്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ആ ചില്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. സലാം, നമ്മളിപ്പോ പരാതിക്കാർക്ക് പറയാനുള്ളത് കേട്ടു. ജി സ്റ്റീഫൻ MLAക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു. ഒരു